ട്രാൻസ്ലേഷൻ ഓഫ് ഫോറിൻ ഡ്രൈവിംഗ് പെർമിറ്റ് ഇൻ 9 ലാംഗ്വേജ് ബൈ ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈസൻസിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈസൻസ് അപ്പോൾ കണ്ടോ, നമ്മൾ ഫൈനലി നമ്മുടെ ലാസ്റ്റത്തെ ടൈം നമ്മൾ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസിന് കൂടി ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തത് നമ്മുടെ ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്നാണ് നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ ടൈല് കട്ട് ചെയ്യുന്ന സൗണ്ട് ചിലപ്പോൾ ഡിസ്റ്റർബ് ആയിട്ടുണ്ടാവും. പക്ഷെ അവർ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ ലൈസൻസ് കിട്ടുന്നത്. ഇന്നലെ ലൈസൻസ് കിട്ടിയിട്ട് നമ്മൾ ഇന്നാണ് വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ആരാണ് അപ്ലൈ ചെയ്യണത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ട് വല്ല ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണത്. ഇൻ്റർനാഷണൽ ലൈസൻസിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങളിപ്പോൾ ആരെങ്കിലും യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്, അത് ഇൻ്റർനാഷണലിൽ പോയിട്ട് ബൈക്കായിട്ട് പോകാണ്ടും അതർ കൺട്രിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ബൈക്ക് റെൻറ്റിനെടുത്ത് ഓടിക്കാനാണെങ്കിലും ഈ ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വെച്ചാൽ നമ്മുടെ കാർനെറ്റ് പേപ്പറും, അതായത് കാർനെറ്റ് പേപ്പറും നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ കാർനെറ്റ് പേപ്പറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണാം. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാം. പക്ഷേ ആ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ എന്താ അവസ്ഥ വെച്ചാൽ നമുക്കൊരു ബുക്ക് പോലത്തെ ചെറിയൊരു ബുക്ക് പോലത്തെ നമ്മുടെ ഈ പറ്റ് ബുക്ക് പറയും കടയിലൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചെറിയ അത്ര വലിപ്പം പോകുന്നൊരു ബുക്ക് പോലത്തെ ഒരു ലൈസൻസാണ്. അത്ര വലിപ്പമുള്ളൊരു ബുക്കാണ് ലൈസൻസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓഫീസറൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ATM കാർഡ് പോലത്തെ ലൈസൻസ് ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കാണിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഇതുണ്ടാവും, ലൈസൻസ് ആണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ മറ്റൊരു ബുക്കാകുമ്പോൾ നമുക്കൊരു കാണിക്കാൻ പോരാ. അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ ലൈസൻസിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് 2500 രൂപയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, നമ്മുടെ കാർനെറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്നു. അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ വേണ്ട ലൈസൻസിന് വേണ്ടത് പാസ്പോർട്ട്, പിന്നെ ലൈസൻസിൻ്റെ കോപ്പി, പിന്നെ 2 ഫോട്ടോ, അത്ര 3 കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ഈ പാസ്പോർട്ടിലും പിന്നെ നമ്മുടെ ലൈസൻസിലും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ളൊരു സെറോക്സ് കോപ്പിയേ വേണ്ടോ. അതായത് നമുക്ക് കളർ കോപ്പി ഒന്നും വേണ്ട, സെറോക്സ് കോപ്പി കൊടുത്താലും മതി. 2000 രൂപയാണ്. അപ്പോൾ ആ ബുക്ക് പോലത്തെ ലൈസൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ബുക്ക് പോലത്തെ ലൈസൻസ് കിട്ടാതെ നമുക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലൈസൻസ് ഓർഡർ ചെയ്തത്. അതായത് ഇത് നമ്മൾ ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ അതായത് നിങ്ങൾക്കിപ്പോൾ ഇൻ്റർനാഷണലി ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അത്ര കുറച്ച് കാര്യങ്ങളാണ് കഴിച്ച് എനിക്ക് നിങ്ങളോട് പറയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലൈസൻസ് കണ്ടാലോ. ഇതാണ് കഴിച്ച് നമ്മുടെ ലൈസൻസ്. ഇത് നമ്മുടെ ഫെഡെക്സ് ആണ് നമുക്ക് ലൈസൻസ് അയച്ചു തന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലോസ് ഏഞ്ചൽസിൽ നിന്നാണ്, അതായത് അമേരിക്കൻ ബേസ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ലൈസൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ലൈസൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈസൻസ്. ഇതൊരു ലൈസൻസാണ്. പിന്നെ നമുക്ക് ഡിജിറ്റലി ലൈസൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർഡ് പോലത്തെ ലൈസൻസും അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് അടിച്ചാലും നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ, അതായത് നമ്മുടെ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹൈറ്റ്, കളറ്, പിന്നെ നമുക്ക് ഏത് ഗ്രേഡൊക്കെ വേണ്ട. അതായത് നമുക്ക് ട്രailerൻ്റെ കിട്ടും, ലോറിയുടെ കിട്ടും, കാറിൻ്റെ കിട്ടും, ബൈക്കിൻ്റെ കിട്ടും. അങ്ങനെ 4 കാറ്റഗറിയിലുള്ള ലൈസൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻ്റർനാഷണൽ ലൈസൻസ് അവരുടെ വെബ്സൈറ്റിൽ. പിന്നെ എന്ന് പറയാനുള്ളത് ഈ ലൈസൻസ് ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ഈ 4 രാജ്യങ്ങളിലും വാലിഡ് അല്ല. അതിപ്പോൾ നമ്മുടെ കാർനെറ്റ് പേപ്പറും ചൈനയിൽ വാലിഡ് അല്ല. ചൈനയിൽ അവർ കാർനെറ്റ് പേപ്പർ കൊടുക്കുക, ചില കാർനെറ്റ് പേപ്പറിൻ്റെ മുകളിൽ സീൽ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ എക്സ്ട്രാ വേറെ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ട്രാൻസ്ലേഷൻ ഓഫ് ഫോറിൻ ഡ്രൈവിംഗ് പെർമിറ്റ് ഇൻ 9 ലാംഗ്വേജ് ബൈ ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 9 ലാംഗ്വേജിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അറബി ഉണ്ട്, പിന്നെ റഷ്യൻ ഉണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, പിന്നെ സ്പാനിഷ് ഉണ്ട്, ഇംഗ്ലീഷ്, അങ്ങനെ ഉള്ള ലാംഗ്വേജുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 9 ലാംഗ്വേജിൽ
9 ലാംഗ്വേജിൽ നമ്മുടെ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ഇത് അവൈലബിൾ ആണ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട് ദിസ് പെർമിറ്റ് ഈസ് വാലിഡ് ഫോർ വിത്ത് ഡ്രൈവിംഗ് വിത്ത് ഡൊമസ്റ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കൺട്രിയാണോ ആ കൺട്രിയിലുള്ള നമ്മുടെ ലൈസൻസും പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസും രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് നമ്മുടെ ലൈസൻസിനോട് കൂടിയിട്ടേ വാലിഡ് ഉള്ളൂ, അതും ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറയാനുള്ളത് നമ്മുടെ ലൈസൻസ് ഇതേ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ലൈസൻസ്. ഇതിവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു കാർഡ് പോലെ നമുക്കിവിടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ 4 കാറ്റഗറി കണ്ടില്ല. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിള്, ബി പാസഞ്ചർ, പിന്നെ സി വെഹിക്കിൾ ഓവർ 7700 LBS അതായത് 4266 kg മുകളിലുള്ള വണ്ടി. പിന്നെയെന്ന് പറയാച്ചാൽ വെഹിക്കിൾ ഓവർ 8 സീറ്റർ, പിന്നെ വെഹിക്കിൾ ഓഫ് എ ബി സി ഓർ ഡി വിത്ത് ദാൻ എ ലൈറ്റർ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ 4 കാറ്റഗറിയാണ് നമുക്കിവിടെ ലൈസൻസ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ലൈസൻസിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈസൻസ് അഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഫോട്ടോ, പിന്നെ നമ്മുടെ ബ്ലാക്ക് കളറായി, പിന്നെ നമ്മുടെ കാറ്റഗറി, പിന്നെ നമ്മുടെ വാലിഡ് ഡേറ്റ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. വാലിഡ് ഡേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ 20 തൊട്ടിട്ട്, അതായത് നമ്മുടെ ഈ ഫെബ്രുവരി 2024 20 തൊട്ടിട്ട് നമ്മുടെ ഫെബ്രുവരി 20 2029 വരെ 5 വർഷത്തെ വാലിഡിറ്റി ഉള്ള ഒരു ലൈസൻസ് കൂടിയാണ്. നമ്മൾ 5 വർഷത്തേക്കാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുതിയ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 5 വർഷം എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 5 വർഷത്തേക്ക് അങ്ങനെ കണ്ടപ്പോൾ എടുത്തു എന്നുള്ളൂ. നമുക്ക് 1 വർഷത്തേക്ക് ആണെങ്കിൽ 4000 രൂപ പിന്നെ എക്സ്ട്രാ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്തത്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 1 വർഷം വേണമെങ്കിൽ 1 വർഷം, 2 വർഷം വേണമെങ്കിൽ 2 വർഷം, പിന്നെ 3 വർഷം വേണമെങ്കിൽ 3 വർഷം, പിന്നെ 5 വർഷം, പിന്നെ 10 വർഷം, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോയിട്ട് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് നമുക്ക് ബൈക്കൊന്നും കൊണ്ടുപോകാണ്ട് നിങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിപ്പോയി വേറെ രാജ്യത്ത് പോയിട്ട് ടൂറിസ്റ്റ്, പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ടൂറിസ്റ്റ് വിസയിൽ മാത്രമേ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് യൂസ് ചെയ്യാൻ പറ്റൂ. റെസിഡൻഷ്യൽ വിസയിൽ നിന്നൊക്കെ പോയിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടൂറിസ്റ്റ് വിസയിലാണ് ഇത് യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് 180 രാജ്യങ്ങൾ, അതായത് നമ്മൾ ഇതിൽ രാജ്യങ്ങളൊക്കെ എണ്ണിയപ്പോൾ 180 അടുത്താണ്. എൻ്റെ ഓർമ്മ ശരിയായ 150 ഞാൻ എണ്ണിയപ്പോൾ വന്നത്. അപ്പോൾ 150 രാജ്യങ്ങൾ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് പറയുന്നത് 150+ രാജ്യങ്ങൾ എന്നാണ് ആ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എണ്ണിയപ്പോൾ 180 രാജ്യങ്ങളിൽ വരെ വാലിഡ് ആണ് ഈ ലൈസൻസ്. അപ്പോൾ അങ്ങനെയാണ് കഴിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതി. പിന്നെയെന്ന് പറയാനുള്ളത് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഏകദേശം തീരുമാനമായിട്ട്. അപ്പോൾ എന്തെങ്കിലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇൻഫർമേഷനായിട്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ പുറത്ത് പോയിട്ട് വണ്ടി ഓടിക്കാനൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയുടെ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടണത്. 2 ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടി, ഇനി നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അത്ര കുറച്ച് കാര്യങ്ങളാണ് കഴിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് വരും. അപ്പോൾ വെബ്സൈറ്റിൽ കയറുന്നുണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെയെന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഞാൻ വീഡിയോയുടെ താഴെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കിടക്കണം. നമ്മുടെ ഇൻ്റർനാഷണൽ റൈഡ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് ഫുള്ള് ഇൻ്റർനാഷണൽ റൈഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറയണം, നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. കമൻറ്റ് ചോദിക്കടോ, ഞാൻ പറഞ്ഞു തരാം നമുക്ക് അറിയണതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.